എല്ലാവർക്കും നമസ്കാരം. 2026 വ്യാഴമാറ്റം ജൂൺ 2 മുതൽ ആരംഭിക്കുകയാണ്. വ്യാഴം ഏറ്റവും അധികം ഉച്ചസ്ഥനും ബലവാനുമാകുന്ന രാശിയാണ് കർക്കിടകം രാശി. ഇപ്പോൾ മിഥുനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം 2026 ജൂൺ 2 മുതൽ കർക്കിടകത്തിലേക്ക് തൻ്റെ രാശിമാറ്റം നടത്തുകയാണ്. കർക്കിടകൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. വ്യാഴം കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്ന സമയം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ 12 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ 6 രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. 12 വർഷത്തിൽ ഒരിക്കലാണ് വ്യാഴം കർക്കിടകം രാശിയിൽ എത്തുന്നത് എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. 12 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഈ ഒരു വ്യാഴമാറ്റം കർക്കിടകം രാശിയിൽ വ്യാഴം ബലവാനാകുന്ന ഈ സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജനന ജാതക പ്രകാരം ഇപ്പോൾ വ്യാഴ മഹാദശ നടക്കുന്ന സമയമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്ന സമയമാണെങ്കിൽ വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ ലഭിക്കുന്ന ഫലങ്ങളിൽ 10 മടങ്ങായിട്ടുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ജാതകപ്രകാരം വ്യാഴം ശുഭനാണെങ്കിൽ അതിൻ്റെ മാറ്റങ്ങളുണ്ടാകും. ഓരോരുത്തരുടെയും ജനന ജാതക പ്രകാരം നടക്കുന്ന ദശാകാലങ്ങളിൽ അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആഗ്രഹമുള്ളവർ ഈ സമയം ജനന ജാതക പ്രകാരം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം കർക്കിടക രാശിയിൽ ഉച്ചസ്ഥനാകുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരുടെയും ജനന ജാതകം അനുകൂലമാകുന്ന ദശാസന്ധിയെ മാറ്റുന്ന കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നതാണ്. ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് ആർക്കൊക്കെയാണ് ഫലം എന്ന് നോക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിഥുനം രാശിയിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. മിഥുനം നിങ്ങൾക്ക് 2ാം ഭാവമായ ധനസ്ഥാനത്തേക്ക് വരുന്ന സമയമാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പൂർണ്ണ ശുഭനാണ്. 2ാം ഭാവം ധനസ്ഥാനം, കുടുംബസ്ഥാനം, വാസുസ്ഥാനം ആയതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന ഒരു വർഷമാണ്. എത്ര തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മിഥുനം രാശിക്കാരാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ദുരിതങ്ങളിലൂടെയും ദോഷങ്ങളിലൂടെയുമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വരവിൽ കൂടുതൽ ചിലവാകുക, എന്തെങ്കിലും കാര്യത്തിന് പൈസ എടുത്തു വെച്ചാൽ മറ്റേതെങ്കിലും വഴിക്ക് അത് ചിലവായി പോവുക, ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് തന്നെ ദുർഘടമാകുന്ന ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. എന്നാൽ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ പണസംബന്ധമായ പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ ഇനി മുന്നോട്ടുള്ള സമയത്ത് ഇവയെല്ലാം ഒഴിഞ്ഞു പോകും. നിങ്ങൾക്ക് ഇനി ലഭിക്കുന്ന സമയത്ത് ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ സാധിക്കും. നിങ്ങളുടെ വാക്കിന് വില ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കൂടിയാണ് വരുന്നത്. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു വർഷമാണ്. മിഥുനം രാശിക്കാരായ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലെ സ്വന്തം ബന്ധങ്ങൾ തമ്മിലുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നിങ്ങൾ അനുഭവിച്ചിരുന്നത് പൂർണ്ണമായും വിട്ടുമാറും. കുടുംബജീവിതത്തിൽ തന്നെ പരസ്പര വിശ്വാസവും സുഖം, സമാധാനം, ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ വിട്ടുമാറി ജീവിതത്തിൽ സുഖവും സന്തോഷവും സൗഭാഗ്യകരവുമായ ഒരു മനസ്സമാധാനം വന്നു ചേരും. ധനവും ദാമ്പത്യവും ഒരുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ എല്ലാം പൂർണ്ണമായിട്ടും മാറും. ജീവിതത്തിലുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടോ പൊരുത്തക്കേടുകൾ മൂലമോ കലഹം മൂലമോ 2 സ്ഥലത്തായിട്ടോ അതുമല്ലെങ്കിൽ
രണ്ട് രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഇവർ എല്ലാം മറന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും. ജീവിതത്തിൽ വിവാഹം നടക്കാതെ തടസ്സങ്ങൾ ഉണ്ടായി നിൽക്കുന്നവർക്ക് നല്ല വധുവിനെയോ വരനെയോ ലഭിക്കാനുള്ള സമയം കൂടിയാണ്. അതുപോലെ പുനർവിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ഒരു ജീവിത പങ്കാളിയെ ലഭിക്കും. ഈ ജീവിത പങ്കാളി ജീവിത അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മംഗല്യഭാഗ്യം വന്നു ചേരും. കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് പുത്രഭാഗ്യമുണ്ടാകും. ജീവിതത്തിൽ ഒരു പുതിയ തലമുറയെ ലഭിക്കാനുള്ള സമയം കൂടിയാണ്. അതുപോലെ നിങ്ങളുടെ കർമ്മമേഖലയിൽ അത് ജോലിയാവാം, ബിസിനസ്സാവാം, അതിൽ വലിയ ഉയർച്ചയുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാവും. വിദേശ ജോലി, വിദേശവാസം, മക്കളോടൊപ്പമുള്ള ജീവിതം ഇവയൊക്കെ വന്നു ചേരും. ബിസിനസ് പരമായിട്ടുള്ള അഭിവൃദ്ധി വന്നു ചേരും. പ്രധാനമായും മിഥുനം രാശിക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എന്താണോ ഇവർ ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം പുതിയതായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. സമ്പൽ സമൃദ്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ് വന്നു ചേരുന്നത്. ഇനിയുള്ള യാത്രകളെല്ലാം ശുഭമാണ്. ഈ ശുഭയാത്രയിൽ വേദിക് സീക്രട്സ് കൂടി നിങ്ങളോടൊപ്പം ചേരുന്നു. നന്ദി, നമസ്കാരം.